മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരമൂർത്തിയായ ഈശ്വരൻ വിശ്വക്ഷേമത്തിനായി ഏതെങ്കിലും ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതായി പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇപ്രകാരം ശരീരം സ്വീകരിക്കുന്ന ഈശ്വര ചൈതന്യത്തെയാണ് അവതാരം എന്ന് പറയുന്നത്. അവതാരം എന്ന വാക്കിന് ഇറങ്ങിവരവ് എന്നാണ് അർത്ഥം. അമേയ, അമര, സർവവ്യാപി, നിഷ്ക്രിയ, നിരാകാര, നിർമ്മമ, സർവശക്തനായ ഈശ്വരൻ ശരീരം സ്വീകരിച്ച കാലാദേശികൾക്ക് വിധേയനാകുമ്പോൾ വളരെ ഉയർന്ന നിലയിൽ നിന്ന് താരതമ്യേന താണ നിലയിലേക്ക് ഇറങ്ങി വരികയാണല്ലോ ചെയ്യുന്നത്. അതിനാൽ ഇപ്രകാരം ഉണ്ടാകുന്ന ഈശ്വര ചൈതന്യത്തെ അവതാരം എന്ന് പറയുന്നു. അത് യുക്തം തന്നെയായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കുന്നതായി വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാവിഷ്ണു വിശ്വത്തെ രക്ഷിക്കുന്നതിനായി അവതരിക്കുന്നു എന്ന ആശയം ആദ്യമായി കാണുന്നത് ഭഗവത്ഗീതയിലാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ലോകത്ത് എപ്പോഴെല്ലാം ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ധർമ്മ സംസ്ഥാപനത്തിനും ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലനത്തിനുമായി ഭഗവാൻ അവതാരം സ്വീകരിക്കുന്നു. സൃഷ്ടി, പരിപാലനം, സംഹാരം എന്നീ കൃത്യങ്ങൾക്കായി ബ്രഹ്മാവ്, മഹാവിഷ്ണു, പരമശിവൻ എന്നിങ്ങനെ ത്രിമൂർത്തികളായി സങ്കല്പിക്കപ്പെടുന്ന ഈശ്വരന്റെ വൈഷ്ണവ അംശമാണ് സ്വാഭാവികമായും കൂടുതൽ അവതാരങ്ങൾ എടുക്കുന്നതും. അവതാരം, ആവേശം, അംശം എന്നിങ്ങനെ 3 വിധത്തിലുള്ള അവതാരങ്ങൾ ഈശ്വരൻ സ്വീകരിക്കാറുണ്ട്. പൂർണ്ണ ശക്തിയായുള്ളതാണ് അവതാരം. താൽക്കാലിക ശക്തിയായി ഉണ്ടാകുന്നതാണ് ആവേശമാണ്. അംശം കൊണ്ട് ജനിക്കുന്നതാണ് അംശാവതാരം. അംശാവതാരത്തെ പറ്റി ഭഗവത്ഗീതയിൽ പറയുന്നത് ഇങ്ങനെയാണ്: യത് യത് വിഭൂമിത്മത് സ്വത്വം ശ്രീമധുർധിതാമേവ തത്തോവജതം ത്വം മമ തേജോഭംശ സംഭവം. അതായത് ഐശ്വര്യപൂർണമോ സമ്പന്നമോ ശക്തമോ ആയി വീക്ഷിക്കുന്നതെല്ലാം എന്റെ തേജസ്സിന്റെ അംശമായി പിറന്നതെന്ന് നീ ധരിക്കുക. വിഷ്ണുവിന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്. മത്സ്യ കൂർമാദിയായ 10 അവതാരങ്ങളെ പറ്റിയും ദത്താത്രേയ ഋഷഭാദികളോടുകൂടി ഉൾപ്പെടുത്തി 24 അവതാരങ്ങളെ പറ്റിയും പുരാണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മഹർഷിമാരും മനുക്കളും ദേവന്മാരും മനുപുത്രന്മാരും വിഷ്ണുവിന്റെ അംശാവതാരങ്ങളാണത്രേ. പൂർണ്ണ അവതാരങ്ങളിൽ തന്നെ ബലഭദ്രരാമനെ ചിലർ വിഷ്ണുവിന്റെ അവതാരമായി പരിഗണിക്കുന്നു പോലുമില്ല. പകരം ബുദ്ധനെയാണ് അംഗീകരിക്കുന്നത്. മഹാവിഷ്ണുവിന് ലോകത്തിൽ പല അവതാരങ്ങൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭൃഗു മഹർഷിയുടെ ശാപം നിമിത്തമാണ് മഹാവിഷ്ണുവിന് അനേകം അവതാരങ്ങൾ കൈക്കൊള്ളേണ്ടി വന്നതെന്നുള്ള ഒരു കഥ ശ്രീ മഹാദേവി ഭാഗവതത്തിൽ കാണുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരിൽ ഒരാളായിരുന്നു ദിതി. സപത്നിമാർക്കും സന്താനങ്ങൾ ധാരാളം ജനിച്ചിട്ടും ദിതി ദീർഘകാലം പ്രസവിച്ചില്ല. അതീവ ദുഃഖിതയായ അവൾ പുത്രദാനത്തിനു വേണ്ടി കശ്യപനെ നിർബന്ധിച്ചു. ഒരു സന്ധ്യയ്ക്ക് കശ്യപൻ ധ്യാനനിരതനായിരുന്ന അവസരത്തിൽ അവൾ കാമവേശ്യയായി അഗ്നിഗ്രഹത്തിലെത്തി. തന്റെ അപുത്ര ദുഃഖത്തെപ്പറ്റി കശ്യപന്റെ അടുക്കൽ പ്രലപിക്കുകയും വിലപിക്കുകയും ചെയ്തു. കശ്യപന് ധ്യാനഭംഗം വന്നു. അസമയത്ത് ഭാര്യപ്രകാരം ആവശ്യപ്പെട്ടതിനെ പറ്റി അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു: ദേവി, സമയം ഇപ്പോൾ സന്ധ്യയാണ്. ദാമ്പത്യ ചിന്തകൾക്ക് അനുകൂലമല്ല. സാക്ഷാൽ പരമേശ്വരൻ ഭൂതഗണങ്ങളാൽ സാമവൃതനായി നാട് ചുറ്റുന്നതും സന്ധ്യയ്ക്കാണ്. ചുടലക്കളത്തിൽ നിന്നും പുറപ്പെടുന്ന ചുഴലിക്കാറ്റുകൾ വാരി വിതറിയ പൊടിയണിഞ്ഞ് ശിവൻ സഞ്ചാരം ചെയ്യുന്ന ഈ സന്ധ്യാസമയം ഒന്നും കഴിഞ്ഞുകൊള്ളട്ടെ. ഇതുകൊണ്ടൊന്നും ദിതി അടങ്ങിയില്ല. അവൾ കാമവിവശയായി ഭർത്താവിനെ പ്രലോഭിപ്പിച്ചു. ഒടുവിൽ കശ്യപൻ അവളുടെ ഇംഗിതത്തിന് വിധേയനായി. വീണ്ടും കശ്യപൻ സ്നാനം ചെയ്ത് പ്രാണായാമം അനുഷ്ഠിച്ച് മൗനം ഭരിച്ചു. ദിതി ഗർഭിണിയായി. സന്ധ്യാസമയത്ത് ചെയ്ത തെറ്റിനെയോർത്ത് അവൾ പശ്ചാത്തപിച്ചു. അവളുടെ പേടി കണ്ട് കശ്യപൻ ഇങ്ങനെ പറഞ്ഞു: നിന്റെ മനസ്സ് അശുദ്ധമായി. നീ എന്റെ ആജ്ഞ അനുസരിച്ചില്ല. ദേവന്മാരെ നിന്ദിച്ചു. നിന്റെ ഗർഭത്തിൽ അധമന്മാരായ 2 പുത്രന്മാരുണ്ട്. അവർ 3 ലോകങ്ങളെയും കഠിനമായി ഹിംസിക്കും. അവർ നിരപരാധികളെ സങ്കടപ്പെടുത്തും. മഹാവിഷ്ണുവിന് ഇത് അംഗീകരിക്കുവാനും സഹിക്കാനും ആവില്ല.
വിഷ്ണു നേരിട്ട് അവതരിച്ച് നിന്റെ പുത്രന്മാരെ സംഹരിക്കും. ദിതിയുടെ ഗർഭം വളർന്നു. അവർ 100 വർഷം ഗർഭമുദരത്തിൽ സംരക്ഷിച്ചു. അതിനുശേഷം ഇരട്ടിക്കുട്ടികളെ പ്രസവിച്ചു. ആദ്യം ജനിച്ചത് ഹിരണ്യാക്ഷനും രണ്ടാമത്തേത് ഹിരണ്യകശിപവുമായിരുന്നു. മഹാപരാക്രമിയായ കശിപു ദേവന്മാരുടെ ഒരു ശത്രുവായി രാജ്യം പരിപാലിച്ചു വന്നു. അക്കാലത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ കശിപു വധിക്കപ്പെട്ടു. അതിനുശേഷം കശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ രാജാവായി. പ്രഹ്ലാദനും ദേവവിരോധിയെ തന്നെയായിരുന്നു. അതിനാൽ അധികം താമസിയാതെ പ്രഹ്ലാദനും ഇന്ദ്രനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. 100 വർഷക്കാലം അവർ തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടത്തിയ ശേഷം പ്രഹ്ലാദൻ പരാജിതനായി. ശോകമൂകനായ അദ്ദേഹം വീരോചന പുത്രനായ ബലിയെ രാജാവായി അഭിഷേകം ചെയ്ത് ഗന്ധമാദനത്തിൽ പോയി തപസാരംഭിച്ചു. ബലിയും ഇന്ദ്രനുമായി യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ മഹാവിഷ്ണു ഇന്ദ്രനെ സഹായിച്ചു. അസുരന്മാർ നിശേഷം തോറ്റ് ഗുരുവായ ശുക്രാചാര്യരെ അഭയം പ്രാപിച്ചു. ശിവന്റെ ഉള്ളിൽ നിന്നും ശുക്രൻ ശിവലിംഗത്തോടുകൂടി വെളിയിൽ വന്നതിനാൽ ഇദ്ദേഹത്തിന് ശുക്രൻ എന്ന് പേരുണ്ടായതായി പറയപ്പെടുന്നു. ശുക്രൻ മന്ത്രൌഷധങ്ങളാൽ അസുരന്മാരെ രക്ഷിച്ചുകൊള്ളാമെന്നേറ്റു. ദേവന്മാരെ ജയിക്കുന്നതിന് ശുക്രൻ അസുരന്മാരെ സഹായിക്കാമെന്നേറ്റ വിവരം ദേവകൾ അറിഞ്ഞു. സന്ദർഭത്തിന്റെ ഗൗരവവും പ്രാധാന്യവും ദേവകൾക്ക് മനസ്സിലായി. ശുക്രൻ അസുരന്മാരെ ഒരു സുരക്ഷിത സ്ഥലത്താക്കിയിട്ട് കൂടുതൽ മന്ത്രശക്തി സ്വായത്തമാക്കുന്നതിനായി കൈലാസത്തിൽ ശിവസന്നിധിയിലേക്ക് പോയി. താൻ തിരിച്ചു വരുന്നതുവരെ വിശ്വാസത്തോടുകൂടി ഇരിക്കണമെന്ന് അസുരന്മാരെ ഉപദേശിച്ചിട്ടാണ് ശുക്രൻ യാത്ര തിരിച്ചത്. അതിനുശേഷം ദൈത്യനാണെങ്കിലും ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനും വിശ്വസ്തനുമായിരുന്ന പ്രഹ്ലാദനെ അവർ ദേവന്മാരുടെ സമീപത്തേക്ക് ഒരു തൽക്കാല സന്ധി സംഭാഷണത്തിനായി പറഞ്ഞയച്ചു. പ്രഹ്ലാദൻ ദേവപ്രമുഖന്മാരുടെ സവിധത്തിലെത്തി വിനീതനായി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ സംഭൂചരായ ദേവന്മാരെ, ഞങ്ങൾ ആസുരന്മാർ യുദ്ധം ചെയ്തു മടുത്തു. ഇപ്പോൾ യുദ്ധം ചെയ്യണമെന്ന ആഗ്രഹം അല്പം പോലുമില്ല. അതിനാൽ ശിഷ്ടകാലം വൽക്കലവും ജഡവും ധരിച്ച് തപസ് ചെയ്യുന്നതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈശ്വര ഭജനത്തിലൂടെ സായുജ്യം പ്രാപിക്കാനാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആലോചിച്ചു നോക്കിയാൽ യുദ്ധം അസമാധാനം വിതയ്ക്കുമെന്ന് മാത്രമല്ല, അധർമ്മം കൂടിയാണ്. ഈശ്വര ഭജനമാണെങ്കിൽ എത്രയോ ആനന്ദകരവും ശ്രേഷ്ഠവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മേലിൽ ഞങ്ങളെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാകില്ല. അതുപോലെ നിങ്ങളും നിർദോഷികളായ ഞങ്ങളെ ഉപദ്രവിക്കരുതേ. ഞങ്ങളെ ഇനി വെറുപ്പോടെയും വിദ്വേഷത്തോടെയും വീക്ഷിക്കരുത്. സ്നേഹവും വിശ്വാസവും ഞങ്ങളോട് തോന്നണം. ദേവന്മാർ പ്രഹ്ലാദന്റെ വാക്കുകൾ വിശ്വസിച്ചു. അസുരന്മാർ കശ്യപന്റെ ആശ്രമത്തിൽ കപട താപസ വേഷധാരികളായി ഗുരുവിന്റെ വരവും കാത്തിരുന്നു. ശുക്രൻ കൈലാസത്തിലെത്തി പരമശിവനെ നമസ്കരിച്ചു. സംപ്രീതനായ ശിവൻ പറഞ്ഞു: എന്ത് ശുക്രന്, കുറെ നാളായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്. ഭൂമിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? താങ്കൾ ക്ഷേമമായി വർത്തിക്കുന്നുവല്ലോ അല്ലേ? എല്ലാം പറ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ സവിധത്തിൽ എത്തുന്നത് മോക്ഷപ്രാപ്തിക്ക് തുല്യമാണ്. ഭൂമിയിൽ അസുരദേവന്മാർ പലവിധത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരനായ അങ്ങ് എളിയവന്റെ അപേക്ഷ ഉപേക്ഷിക്കുകയില്ലെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ദേവന്മാരെ തോൽപ്പിക്കാനാവുന്നതും ദേവഗുരുവായ ബൃഹസ്പതിക്ക് അജ്ഞാതവുമായ ഒരു വിദ്യ എനിക്ക് ഉപദേശിച്ചു തരണം. ഇതെന്റെ വിനീതമായ ഒരു അപേക്ഷയായി പരിഗണിക്കാം. പരമശിവൻ ഇതികർത്താവി മൂഢനായി ഒരു നിമിഷം പകച്ചു നിന്നു. ശുക്രനും ദേവന്മാരും തനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരാണ്. അവരുടെ അപേക്ഷ നിരസിക്കാനും വയ്യ. ഒരു നിമിഷം ആലോചിച്ചിട്ട് പരമശിവൻ ശുക്രാചാര്യരോട് ഇങ്ങനെ പറഞ്ഞു: ശുക്ര മഹർഷി, അങ്ങയുടെ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ അങ്ങ് ഒരു വ്രതം അനുഷ്ഠിക്കണം. 1000 സംവത്സരം തലകീഴായി നിന്ന് ധൂമപാനം ചെയ്താൽ അങ്ങയ്ക്ക് ഇഷ്ടസിദ്ധിക്കുള്ള മന്ത്രം ലഭ്യമാകും. പരമശിവൻ ഈ കഠിനവ്രതത്തെ ഇങ്ങനെ ഉപദേശിച്ചത് ശുക്രന് അത് ചെയ്യുവാൻ സാധ്യമല്ലെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ്. വിനീതനായ ശുക്രാചാര്യർ പറഞ്ഞു: അങ്ങയുടെ കൽപ്പന ഞാൻ സ്വീകരിക്കുന്നു. അന്നു മുതൽ ശുക്ര മഹർഷി ആ വ്രതം അനുഷ്ഠിക്കുവാൻ തുടങ്ങി. ദേവന്മാർക്ക് കാര്യം മനസ്സിലായി. അസുരന്മാരുടെ വഞ്ചനയും ശുക്രന്റെ തന്ത്രപ്രയോഗങ്ങളും അറിഞ്ഞ് ദേവകൾ അത്ഭുത പരതന്ത്രരായി. ഭീരുക്കളായ സുരന്മാർ കൂടിയാലോചന തുടങ്ങി. ഒടുവിൽ യുദ്ധം ചെയ്യണമെന്നുള്ളത് തന്നെ തീരുമാനിച്ചു. ദേവന്മാർ സർവ്വസന്നാഹങ്ങളോടും കൂടി അസുരന്മാരെ ആക്രമിച്ചു. ദൈത്യന്മാർ അങ്കലാപ്പിലായി. നേരിട്ട് യുദ്ധം ചെയ്യുവാനുള്ള ത്രാണിയില്ലാത്തതിനാൽ എല്ലാവരും കൂടി ശുക്രന്റെ അമ്മയായ കാവ്യമാതാവിനെ അഭയം പ്രാപിച്ചു. ദേവന്മാർ അവരെ പിന്തുടർന്നു. അവരുടെ നേതൃത്വം മഹാവിഷ്ണുവിനായിരുന്നു.
കാവ്യമാതാവ് ഒറ്റ നോട്ടം കൊണ്ട് ദേവന്മാരെ ദീർഘനിദ്രയിൽ ലയിപ്പിച്ചു. കാവ്യമാതാവ് മഹാവിഷ്ണുവിനെയും ഇന്ദ്രനെയും കൂടി സ്തംഭിപ്പിച്ചു നിർത്തി. പെട്ടെന്ന് മഹാവിഷ്ണു സുദർശന ചക്രത്തെ ധ്യാനിച്ചു. ഉടൻ തന്നെ സുദർശന ചക്രം വിഷ്ണുകരത്തിൽ എത്തിച്ചേർന്നു. ചക്രമയച്ച മഹാവിഷ്ണു കാവ്യമാതാവിന്റെ കഴുത്ത് ഛേദിച്ചു. ആ അവസരത്തിൽ ഭൃഗു മഹർഷി അവിടെ എത്തിച്ചേർന്നു. മഹാവിഷ്ണു സ്ത്രീവധം ചെയ്തതുകൊണ്ട് മഹർഷിക്ക് അത്യധികമായ കോപമുണ്ടായി. അദ്ദേഹം മഹാവിഷ്ണുവിനെ ഇപ്രകാരം ശപിച്ചു: ദുർബുദ്ധി, നീ കൃഷ്ണസർപ്പം പോലെയുള്ളോതഞ്ചതിയ, സദാ നിന്നെ സ്വാത്വികനെന്ന് തോന്നും മുനിമാർ മൂടന്മാരെന്തോ. ദുഷ്ടൻ നീ താമസൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു കേശവ, എൻ ശാപത്താൽ നിനക്കുണ്ടാം അവതാരങ്ങൾ ഭൂമിയിൽ പ്രായേണ ഗർഭൂതന്തേ പ്രാപത്താൽ സംഭവിച്ചേക്കും. ശ്രീ മഹാഭാഗവതം ചതുർത്ഥ ഖണ്ഡത്തിലുള്ളതാണിത്. ഇപ്രകാരം മഹാവിഷ്ണുവിനെ ശപിച്ച ശേഷം മഹർഷി കമണ്ഡലുവിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് കാവ്യമാതാവിന്റെ മുഖത്ത് തെളിച്ചു. അവൾ നിദ്രയിൽ നിന്നെന്ന പോലെ ഉണർന്നെഴുന്നേറ്റു. മേൽപ്പറഞ്ഞ ഭൃഗശാപം നിമിത്തം മഹാവിഷ്ണുവിന് പൂർണ്ണമായും അംശവുമായും ഒക്കെ പല അവതാരങ്ങൾ എടുക്കേണ്ടി വന്നു. പൂർണ്ണമായ അവതാരങ്ങൾ പ്രധാനമായും 10 അവയ്ക്ക് ദശാവതാരങ്ങൾ എന്ന് പറയുന്നു. മത്സ്യകൂർമ്മ വരാഹച്ച നരസിംഹ വാമന, രാമോ രാമച്ച രാമ, കൃഷ്ണം കൽക്കി ജനാർദ്ദന.